ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സിൻസിയർ ഹോം വേൾഡ്, എടപ്പാൾ റോഡ്, ചങ്ങരംകുളം 7034201020. റേഹാൻ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, തിരൂർ. എംപയർ കോളേജ് ഓഫ് സയൻസ്, കുറ്റിപ്പുറം. ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, യുണൈറ്റഡ് കോംപ്ലക്സ്, മാറഞ്ചേരി. ഓൾസോ അറ്റ് ഏഷ്യൻ മാൾ, നടുവട്ടം, സിറ്റി സെന്റർ, കൂറ്റനാട്. അസ്സലാമു അലൈക്കും. എല്ലാ കേരള വിഷൻ പ്രേക്ഷകർക്കും സിൻസിയർ ഹോം വേൾഡ് ഇസ്ലാമിക്സിലേക്ക് സ്വാഗതം. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. കേരള വിഷൻ സിൻസിയർ ഹോം വേൾഡ് ഇസ്ലാമിക്സിലേക്ക് സ്വാഗതം. ആരാണ്? ഫിസ്ന. ഓക്കെ, ഹിസ്ന എവിടെന്നാ വിളിക്കണേ? പുഴക്കാട്ടിരിയ. എന്താണ്, പഠിക്കാണോ? എത്രയിലാണ്? 9ാം ക്ലാസ്സില്. 9ാം ക്ലാസ്സില്. പരീക്ഷയ്ക്ക് കഴിഞ്ഞോ? ഇല്ല. കഴിഞ്ഞതൊക്കെ എളുപ്പമുണ്ടോ? കഴിഞ്ഞ പരീക്ഷയ്ക്ക് എളുപ്പമുണ്ടായിനോ? കുഴപ്പമില്ല. ഓക്കെ. പരിപാടി കാണാറുണ്ടോ? ഓക്കെ. അപ്പൊ എന്നാലേ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് അങ്ങോട്ട് പോയാലോ? സമ്മാനം വാങ്ങുവോ? ഇൻഷാല്ലാ. ആരാ ഉള്ളത് ഹെൽപ്പ് ചെയ്യാൻ? ഉമ്മ ഉണ്ടോ? ആരാ അടുത്തുള്ളത്? ഹെൽപ്പ് ചെയ്യാൻ അനിയന്മാരുണ്ട്. ചെറിയ ക്ലാസ്സിലാണോ പഠിക്കണേ? ഓക്കെ. അപ്പൊ എന്നാലും നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഇതാണ്: ലോകത്ത് ഏറ്റവും അധികം വായിക്കപ്പെടുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ഖുർആന് പല പേരുകളുണ്ട്. ഞാൻ പറയുന്നതില് ഖുർആന്റെ പേര് അല്ലാത്തത് ഏതാണ്? അപ്പോ ഓപ്ഷൻസ് തരാം: അൽ ഫുർഖാൻ, അൽ ഖൻസ്, അൽ കിതാബ്. എന്താ ഖുർആന്റെ പേര് അല്ലാത്തത് ഏത്? അൽ ഫുർഖാൻ, അൽ ഖൻസ്, അൽ കിതാബ്. രണ്ടാമത്തെ. അൽ ഫുർഖാൻ, അൽ ഖൻസ്, അൽ കിതാബ്. ഇതിലേതാണ്? അൽ ഖൻസ്. ഉറപ്പാണോ? തെറ്റിപ്പോയാലോ സമ്മാനം ഒന്നും കിട്ടൂല കേട്ടോ. അൽ ഖൻസ്. ഓ, അൽ ഖൻസ് അതല്ല ഉത്തരം പറഞ്ഞിരിക്കണേ. ഓക്കെ. അപ്പൊ എന്നാ ഞാനത് ഉറപ്പിക്കാണ്. തെറ്റിപ്പോയാൽ വിഷമാവോ? ഉറപ്പിക്കട്ടെ? അൽ ഖൻസ് ആണോ കിതാബാണോ? ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കോ? കിതാബ്. കിതാബ് ഉറപ്പിക്കാണോ അല്ലെങ്കിൽ ഖൻസ് ആണോ? ഒന്ന് ഫൈനൽ ചെയ്യൂ. ഏതാണ് ഉറപ്പിക്കേണ്ടത്? ഖൻസ് ആണോ കിതാബാണോ? കിതാബ് മതി. ഓക്കെ. അപ്പോ കിതാബ് എന്നുള്ള ഉത്തരം തെറ്റാണ്. ഖൻസ് ആണ് ഉത്തരം. ഞാൻ അതാണ് പിന്നെയും ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യൂ, ഫൈനൽ ചെയ്യൂന്ന് പിന്നെ ഒരു ക്ലൂ പോലെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നത്. ആരാ? ബ്രദറാണോ ഖൻസ് പറഞ്ഞത്? ആഹാ, ബ്രദർ പറഞ്ഞിട്ട് എന്താണ് വിശ്വസിക്കാതിരുന്നത്? തെറ്റിപ്പോന്ന് വിചാരിച്ചിട്ടോ? ഖൻസ് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഫാത്തിഹ അല്ലേ, സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹന്റെ വേറൊരു പേരാണ് ഖൻസ്. അപ്പൊ അതായിരുന്നു നമ്മള് പറഞ്ഞ ഖുർആന്റെ പേരല്ലാത്തത് എന്നുള്ള ഉത്തരം. സാറില്ല. അപ്പൊ അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യാ? ഇനി അനിയനായിട്ട് അടിയൊന്നും ഉണ്ടാക്കണ്ട. സാറില്ല. നമുക്ക് ഇങ്ങനെയൊക്കെ കോള് വരുമ്പോഴേ നമ്മള് ആകെ ടെൻഷൻ ആവും. കാരണം ഉത്തരാണെങ്കിലും തെറ്റിപ്പോവും കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാ? അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ 3 ഉത്തരവ് ശരിയാക്കിയിട്ട് സമ്മാനം വാങ്ങിക്കാം. ഓക്കെ. ഓക്കെ. അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇൻഷാല്ലാ അടുത്ത തവണ വിളിക്കുക, സമ്മാനം വാങ്ങിക്കാം കേട്ടോ. ഓക്കെ. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. കേരള വിഷൻ ഇസ്ലാമിക് ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ്? കൊറേ സമയായല്ലേ? മലപ്പുറം ജില്ല കൂനൂർമാട്. പള്ളിക്ക ബസാർ ഭാഗമായിരിക്കും. അറിയാം. പിന്നെ പേരെന്തായിരുന്നു? സൈനബ. ആഹാ.
പിന്നെ നമ്മുടെ പരിപാടിയൊക്കെ കാണാറുണ്ടോ? പരിപാടി കാണാറില്ല. കൊറേ ദിവസമായി എന്റെ മോള് ഇങ്ങനെ വിളിക്കണേ, ഒന്നും കിട്ടണില്ല. അപ്പൊ ഞാൻ ക്ലാസ് കഴിഞ്ഞപ്പോ എന്നോട് അമ്മ എത്ര വിളിച്ചിട്ട് കിട്ടണില്ല. അതെ, അത് ഒരുപാട് പേര് ഇതേപോലെ ഇങ്ങനെ വിളിക്കുമ്പോ നമ്മൾ എൻഗേജ്ഡ് ആവണതാണ് കേട്ടോ. വിഷമമൊന്നും വിചാരിക്കണ്ട. ഓക്കെ, അപ്പൊ ഇന്നെന്തായാലും കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നേരെ ചോദ്യത്തിലേക്കാണ് പോവാം. അപ്പൊ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നാലേ, അപ്പൊ എന്തായാലും ഉഷാറായിട്ട് 3 ചോദ്യത്തിന് ഉത്തരം പറയാ, സമ്മാനം വാങ്ങാൻ നോക്കാട്ടോ. ഇൻഷാല്ലാ. അപ്പൊ എന്നാലും ഞാൻ ആദ്യത്തെ ചോദ്യത്തേക്ക് പോട്ടെ. പരിപാടി കാണുന്ന ആളായതുകൊണ്ട് അറിയായിരിക്കുമല്ലോ ഏകദേശം. ഓക്കെ, അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കാം. ആദ്യത്തെ ചോദ്യത്തിന് 3 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും കേട്ടോ. ചോദ്യം ഇതാണ്: ബദർ, ഉഹദ് തുടങ്ങിയ യുദ്ധങ്ങളിൽ മദീനയിൽ നിസ്കാരത്തിന് നേതൃത്വം കൊടുത്ത സ്വഹാബി ആരാണ്? ഓപ്ഷൻസ് ഉണ്ട്: സഅദ് ഇബ്നു മുആദ്, അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം, ഉസ്മാൻ ഇബ്നു ത്വൽഹ. സഅദ് ഇബ്നു മുആദ്. ഉത്തരം ഞാൻ ഫിക്സ് ചെയ്യട്ടെ. ബദർ, ഉഹദ് യുദ്ധ സമയത്ത് മദീനയില് റസൂലിന്റെ നിർദ്ദേശപ്രകാരം നിസ്കാരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സ്വഹാബി ആരാണ് എന്നാണ് ചോദ്യം. അപ്പോ ഓപ്ഷൻസിൽ സഅദ് ഇബ്നു മുആദ് ആണ് ഉത്തരമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഫിക്സ് ചെയ്യട്ടെ? ഉറപ്പാണോ? ഇനി ഒന്നുകൂടെ പറയണോ? തോന്നണത് അല്ലേ? ഓക്കെ, അപ്പൊ എന്നാ ഞാനിത് ഉത്തരം ഉറപ്പിക്കാണ്. ഇനി മാറ്റൊന്നുമില്ലല്ലോ? ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ഈ ഉത്തരം ഫിക്സ് ചെയ്യാണ്. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്, ഉത്തരം തെറ്റാണ്. ശരിയായിട്ടുള്ള ഉത്തരം അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂമാണ്. അതെ, സാറില്ല. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് സ്വഹാബികളെ കുറിച്ചിട്ട് പല ഹദീസുകളും പല കഥകളൊക്കെ നമുക്ക് അറിയാം. അപ്പൊ നമുക്ക് ചെറിയൊരു സംശയമൊക്കെ തോന്നും, ഇതിൽ ഇന്ന ആളാണോ? പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കാം അന്ന ആളായിരിക്കുന്നു. അപ്പൊ അത് ഇത്തരം ചോദ്യം നടക്കുമ്പോഴും അറിയണ ഉത്തരങ്ങളാണ് പലരും തെറ്റിച്ചു പോവാറുള്ളത്. സിമ്പിളായിട്ട് നമുക്ക് ടെൻഷൻ കൊണ്ടാണ്, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യാ, വീണ്ടും വിളിക്കുക. വിളിച്ചിട്ട് എന്ത് ചെയ്യാ, ഇന്നല്ല നമ്മള് പിന്നെ ചാനലിലും പിന്നെ അതേപോലെ യൂട്യൂബിലൊക്കെ നമ്മുടെ വിളിക്കേണ്ട സമയം കമന്റ് ആയിട്ടും സ്ക്രോളായിട്ടും നമ്മൾ കാണിക്കും. അപ്പൊ ആ സമയത്ത് വിളിച്ചാൽ മതി. അല്ലാത്ത സമയത്ത് വിളിക്കുമ്പോൾ ചിലപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. അപ്പൊ അത് ആ സമയത്ത് നമ്മൾ അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇനിയും വിളിക്കണം. വിളിക്കുമ്പോ എന്ത് ചെയ്യാ, സമ്മാനം എന്തായാലും വാങ്ങണം കേട്ടോ. ശരി എന്നാ, ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. കേരള വിഷൻ സിൻസിയർ ഹോം ഇസ്ലാമിക് ക്വിസിലേക്ക് സ്വാഗതം. ആരാണ്? റഷീദ. മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നോ? മുന്നേ വിളിച്ചു. ഓക്കെ, അപ്പോ സമ്മാനം കിട്ടിണ്ടായിരുന്നോ മുന്നേ വിളിച്ചപ്പോ? ഇല്ല. ഓഹോ, അപ്പൊ അതാണ് ഞാൻ വീണ്ടും ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാല് ഇന്നത്തെ ചോദ്യത്തിലേക്ക് അങ്ങോട്ട് പോയാലോ? ഇന്ന് ഞാൻ സമ്മാനം വാങ്ങിയിരിക്കും അല്ലെ? അന്ന് എങ്ങനെയായിരുന്നു? ഒറ്റ ആൻസർ ആണോ തെറ്റിപ്പോയത്? ഫസ്റ്റത്തെ തെറ്റിപ്പോയി. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് ഇന്ന് ഇപ്രാവശ്യം 3 എന്ത് ചെയ്യാം, ശരിയാക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോ ഇനിയിപ്പോ ഞാൻ ചോദ്യങ്ങളെ പാറ്റേൺ ഒന്നും കൂടുതൽ പറയണ്ടല്ലോ, ഇതൊക്കെ അറിയാലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഇതാണ്: സയ്യിദുൽ ആയ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആയത്ത് ഏത് സൂറത്തിലാണ് ഉള്ളത്? ഓപ്ഷൻ എ സൂറത്തുൽ ബക്കറ, സൂറത്തുൽ യാസീൻ, സൂറത്തുൽ ആശുറ. സയ്യിദുൽ ആയ അഥവാ ആയത്തുകളുടെ നേതാവ് എന്നറിയപ്പെടുന്ന സൂറത്ത് ഞാൻ പറഞ്ഞതില് ഏത് സൂറത്തിലാണുള്ളത്? സൂറത്തുൽ ബക്കറ, സൂറത്തുൽ യാസീൻ, സൂറത്തുൽ ആശുറ. ചോദ്യം മനസ്സിലായോ? ബക്കറയാണോ? ഉറപ്പാണോ? ഏതാണ് അപ്പൊ സയ്യിദുൽ ആയ? ഏതാണ് സൂറത്തുകളുടെ ആയത്തുകളുടെ നേതാവ് എന്നറിയപ്പെടുന്ന ആ ആയത്ത് ഏതായിരിക്കും? ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി ഏതിലായിരിക്കും ഉണ്ടാവുക? ഉറപ്പല്ലേ? ഇനി എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല, സിമ്പിളാണ്. അപ്പോ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല, നമ്മൾ ഇന്ന് ആദ്യത്തെ ചോദ്യം തന്നെ ശരിയാക്കിയിരിക്കുകയാണ്. സൂറത്തുൽ ബക്കറ ശരിയാണ്. അപ്പോ സന്തോഷായിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഇനി 2ഉം 3ഉം 2 ചോദ്യം കൂടെ ശരിയാക്കിയാലേ നമുക്ക് സമ്മാനായി കേട്ടോ.
പക്ഷെ രണ്ടാമത്തെ ചോദ്യത്തിന് ഞാൻ ഓപ്ഷൻ തരില്ല, ക്ലൂ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അതെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: അഹ്സനുൽ ഖസസ് എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? എന്താണ് അഹ്സനുൽ ഖസസ് അഥവാ ഏറ്റവും നല്ല കഥ എന്ന് ഖുർആനിൽ വിശേഷിപ്പിക്കപ്പെട്ടത് എന്തിനെയാണ്? എന്ത് സന്ദർഭത്തിനെയാണ്? അല്ലെങ്കിൽ എന്ത് കഥയാണ്? പറയൂ. അറിയാമെന്ന് തോന്നുന്നു. എന്താ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കുപ്പായത്തെ കുറിച്ചുള്ള അതാണോ? യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കുപ്പായോ? മറ്റേ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കഥ. ഓക്കെ. അല്ല, കുപ്പായം മാത്രമായിട്ടൊന്നുമല്ല, യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കഥ. ഞാൻ ഉറപ്പിക്കട്ടെ? ശരിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്രാവശ്യം ഞങ്ങൾ സമ്മാനം നേടിയിരിക്കും അല്ലെ? രണ്ടാമത്തെ ഉത്തരം സമ്മാനം കിട്ടണമെന്നല്ല, അങ്ങനെ കൂടാനത് വലിയൊരു സന്തോഷം. അതെ. അപ്പൊ എന്തായാലും രണ്ടാമത്തെ ഉത്തരവും കൂടെ ശരിയാക്കിയിരിക്കുകയാണ്. അഹ്സനുൽ ഖസസ് ഏറ്റവും മനോഹരമായ കഥ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ പ്രവാചകൻ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രമാണ്. നമുക്കറിയാലോ, ലോകത്തെ ഏറ്റവും സുന്ദരനായിട്ടുള്ള യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ പ്രണയവും പിന്നെ കുട്ടിക്കാലത്തുള്ള അദ്ദേഹം അനുഭവിച്ച കഷ്ടപ്പാടുകളൊക്കെ നമുക്കറിയാം. അപ്പൊ എന്തായാലും ശരിയുത്തരമാണ്. ഇനിയുള്ളത് നമ്മുടെ മൂന്നാമത്തെ സമ്മാന ചോദ്യമാണ്. സമ്മാന ചോദ്യം ഞാൻ എൻ്റെ ഒരു ഇതില് എളുപ്പമുള്ള ചോദ്യമാണ്. ഇനി ഇത്താക്കത് എളുപ്പമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ചോദ്യം ഇതാണ്: ഖിബ്തികളെ അഥവാ ബനു ഇസ്രായേലുകാരെ അടിമകളായി കണ്ടിരുന്ന ഭരണാധികാരികൾ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? ബനു ഇസ്രായേലുകാരെ അടിമകളായിട്ട് ഭരിച്ച രാജവംശത്തിന്റെ പേരെന്താണ്? എല്ലാവർക്കും അറിയാം. നമ്മള് പൊതുവെ നമ്മളിപ്പോ നേരത്തെ യൂസുഫ് നബിന്റെ കഥയൊക്കെ പറഞ്ഞ പോലെ തന്നെ എല്ലാ കഥകൾ അറിയുന്നവർക്കൊക്കെ ഈ ഒരു പേര് വളരെ ഫെമിലിയർ ആണ്. നമ്മളീ പറഞ്ഞ രാജാക്കന്മാര് എന്ത് പേരിലാണ്? ബനു ഇസ്രായേലുകാരെ അടിമകളായി കണ്ട് ഭരിച്ചിരുന്ന ഭരണാധികാരികൾ അറിയപ്പെട്ടിരുന്ന പേരെന്ത്? അഥവാ ആ രാജവംശത്തിലെ രാജാക്കന്മാരെ എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഇത് നമ്മളെ ലാസ്റ്റത്തെ ചോദ്യം കേട്ടോ, അതിന് ക്ലൂ ഇല്ല. പക്ഷെ നേരത്തെ പറഞ്ഞ യൂസുഫ് നബി ആയിട്ടൊക്കെ ബന്ധപ്പെട്ടൊരു വിഭാഗം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മളെ ഇസ്ലാമിക ചരിത്രത്തിലെ പല പ്രവാചകന്മാരുടെയും കഥയുമായിട്ട് ഈ പറഞ്ഞ രാജാക്കന്മാർക്ക് ഒരുപാട് ബന്ധമുണ്ട്. ഇപ്പൊ യൂസുഫ് നബിനെ അല്ലാണ്ട് വേറൊരു പ്രവാചകനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും, പക്ഷെ അത് ഉത്തരമായി പോകും, അതുകൊണ്ട് ഞാൻ പറയില്ല. ബനു ഇസ്രായേല് ഗോത്രക്കാരെ അടിമകളായിട്ട് കണ്ട ഭരണാധികാരികൾ, അതായത് വളരെ ദുഷ്ടന്മാരായിട്ടുള്ള ഒരു വിഭാഗം ഭരണാധികാരികൾ, അവര് ഈ ബനു ഇസ്രായേൽ ഗോത്രക്കാരെ ഒരു പ്രവാചകന്റെ ഗോത്രം ആയതുകൊണ്ട് തന്നെ അടിമകളായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ക്രൂരമായിട്ടൊക്കെ അവരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ രാജാക്കന്മാര്, രാജാക്കന്മാർക്ക് പേരൊക്കെ ഉണ്ട്, പക്ഷെ അതിൽ പ്രധാനപ്പെട്ട ഒരുപാട് രാജാക്കന്മാരൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ മൊത്തത്തിൽ ആ രാജാക്കന്മാരെ ഒറ്റൊരു പേരാണ് പറയുക. ഗോത്രം ഇനിയിപ്പോ ഗോത്രം വിട്ടേക്ക്, നമ്മൾ ആ പറയുന്ന രാജാക്കന്മാർക്ക് മൊത്തത്തിൽ ഒറ്റൊരു പേര് നമ്മൾ പറയാം. ബനു ഇസ്രായേൽ ഏത് പ്രവാചകന്റെ ഗോത്രാന്നൊക്കെ ആലോചിച്ച വേഗം കിട്ടുട്ടോ. ഗോത്രം പിന്നെ അല്ല, കിബത്തികളാണോ? കിബിത്തികളാണ് ഈ ബനു ഇസ്രായേലര്. ഓലെ തന്നെ വേറെ പേരാണ് കിബിത്തികൾ എന്ന് വിളിക്കുന്നത്. കിബിത്തികളെ അടിമകളായിട്ട് ട്രീറ്റ് ചെയ്തിരുന്ന രാജാക്കന്മാര്, ആ രാജാക്കന്മാരെ മൊത്തത്തില് ഒരു പേരാ വിളിക്കുക. അതെന്താന്നാ ചോദിച്ചത്. ഉത്തരമായിട്ട് എന്തെങ്കിലും ഒന്ന് പറയോ എന്നാല്? ഓക്കെ, ഞാനതൊന്ന് ഫിക്സ് ചെയ്യട്ടെ. അത് തെറ്റിപ്പോയി കഴിഞ്ഞാലോ?
ആണല്ലേ ബനു നളീർ അല്ല. ബനു നളീർ ഫിർഔനാണോ ബനു നളീർ ആണോ? പിന്നെ ഞാൻ എന്നാലും ഉത്തരം ഫിക്സ് ചെയ്യട്ടെ. ഫിർഔൻ എന്നല്ലേ പറഞ്ഞത്? ആ ഓക്കെ, ഉത്തരം ശരിയാണ്. ശരിയാണ്. ആ ഞാനാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ എത്തിച്ചു തന്നത് കേട്ടോ. അതെ, ഞാനാണ് ഈ തെറ്റിപ്പോവാൻ പോയോടത്തുനിന്ന് അതാണോ ഇതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ശരി ഉത്തരത്തിലേക്ക് ഞാനാണ് കൊണ്ടുവന്നത്. അപ്പൊ എനിക്ക് ട്രീറ്റ് ഉണ്ട് കേട്ടോ. നോമ്പ് കഴിഞ്ഞിട്ട് മതി. ഫിർഔൻ എന്നുള്ള വാക്ക് അറബി വാക്കാണ്. നമ്മള് ഫറവോ എന്നാണ് പറയാ. അതായത് ഈജിപ്തിലെ ഫറവോകൾ എന്നാണ് നമ്മള് ചരിത്രത്തിലൊക്കെ പഠിക്കുക. ഫിർഔൻ എന്നുള്ളത് ഒരാളുടെ പേരല്ല, അത് ഫറവോസ് എന്ന് നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പറയുന്ന ആ വേർഡിനെ, ആ ഭരണാധികാരികളെ മൊത്തത്തില്. ഇപ്പൊ റാംസെസ് 1, റാംസെസ് 2 എന്നൊക്കെയാണ് നമ്മൾ ഈ ഫിർഔൻ. ഇപ്പൊ നമ്മള് ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ പഠിക്കുന്ന ആ രാജാക്കന്മാരെ നമ്മൾ ഒന്നുകൂടെ ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ ഈ റാംസെസ് 1, റാംസെസ് 2 എന്നൊക്കെയുള്ള പേരുകളിലാണ് ഹിസ്റ്റോറിക്കലി അടയാളപ്പെടുത്തിയിട്ടുണ്ടാവുക. പക്ഷെ ഇവരെ മൊത്തത്തിൽ നമ്മൾ പറയാ ഫറവോസ് എന്നാണ്. ഫറവോസിനെ നമ്മൾ ഒന്നും കൂടെ അറബിയിലേക്ക് പറയുമ്പോ ഫിർഔൻ എന്ന് പറയും. ഓക്കെ, അതാണ് നമ്മൾ ഈ കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് അതൊന്നും അറിയണതാണ്. പക്ഷെ എന്തായി, നമ്മൾ ചെറുത് ഇപ്രാവശ്യം പിന്നെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഇനി കൂടുതൽ ഞാൻ പറഞ്ഞ് ബുദ്ധിമുട്ടിച്ച് അതും കൂടെ തെറ്റിക്കണ്ടല്ലോ, കഷ്ടപ്പെട്ട് 2 ആൻസർ പറഞ്ഞിട്ട് എന്ന് വിചാരിച്ചു. എന്റെ സ്നേഹം കൊണ്ടാണ് ശരിക്കും സമ്മാനം കിട്ടിയത്. എന്റെ പേര് ഷെറിൻ. എന്താണ്? ഷെറിൻ. 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 പഠിക്കാനോ? അല്ല, ഞാൻ പഠിപ്പിക്കാണ്. ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷമായല്ലോ. അപ്പൊ ഇനി എന്തായാലും നമ്മുടെ സമ്മാനം അങ്ങോട്ട് എത്തുന്നതായിരിക്കും. അപ്പൊ വീണ്ടും വിളിക്കുക. അടുത്ത പ്രാവശ്യം ഇതേപോലെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കരുത്, കൃത്യമായിട്ട് ഉത്തരങ്ങളൊക്കെ പറയണം. ഓക്കെ, പിന്നെ വീണ്ടും വിളിക്കുക. അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം കാണാം. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. കേരള വിഷൻ ഇസ്ലാമിക് ഹിസ്റ്ററിയിലേക്ക് സ്വാഗതം. ആരാണ്? എന്താണ്, ഒന്നുകൂടെ ഓർക്കെ പറയോ? തസ്ലീം ഫസ്ന. ഓക്കെ, എവിടെന്നാ വിളിക്കുന്നത്? കോഴിക്കോട് പയ്യോളി. പയ്യോളിയാ? എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം. നല്ല വിശേഷം. ക്ഷീണാണോ? എന്താണ്, ഒരു ഉഷാറില്ലല്ലോ സൗണ്ട് ഒന്നും? ടെൻഷൻ ഉണ്ടോ? പേടിക്കണ്ടോ? ഒറ്റ പേടിയും പേടിക്കണ്ട, ഞാനുണ്ടല്ലോ ഇവിടെ സഹായിക്കാൻ. മുന്നേ വിളിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ട് വിളിക്കാണോ? അതിന്റെ ഒരു പേടിയാണോ? ഒന്നും പേടിക്കണ്ട കേട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് നേരത്തെ കോളർ സമ്മാനമൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോ ഫസ്നാന്ന് വിളിക്കട്ടെ ഞാൻ തൽക്കാലം. ഓക്കെ, അപ്പൊ ഫസ്നയ്ക്കും സമ്മാനമൊക്കെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രോഗ്രാം കാണാറില്ലേ? കാണാറുണ്ട്, യൂട്യൂബിൽ കാണാറുണ്ട്. ഓക്കെ, അപ്പൊ അറിയായിരിക്കുമല്ലോ എങ്ങനെയാണ് ഇതിന്റെ ഒരു രീതികൾ എന്നൊക്കെ. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്കെന്നാ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, ആദ്യത്തെ ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആദ്യമായിട്ട് ഖുർആൻ കേട്ട വ്യക്തി ആരാണ്? ഓപ്ഷൻ എ ഖദീജ ബീവി, ഓപ്ഷൻ ബി അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ സി ആയിഷ റളിയല്ലാഹു അൻഹ. ഖദീജ ബീവി. ഉറപ്പാണോ? ഫിക്സ് ചെയ്യട്ടെ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണ്. ഇതെല്ലാവർക്കും അറിയാവുന്നൊരു ഹിസ്റ്ററി ആണല്ലേ. നബിയെ ആദ്യമായിട്ട് ഏറ്റവും അധികം വിശ്വസിച്ചതും അള്ളാഹുവിന്റെ വചനങ്ങൾ നബി ആദ്യമായിട്ട് കേൾപ്പിച്ചു കൊടുത്തതും ഖദീജ ബീവിക്കാണ്. അപ്പൊ ആദ്യത്തെ ചോദ്യം ശരിയാക്കി. അപ്പൊ ഇനി കുറച്ച് ധൈര്യമൊക്കെ ആവാട്ടോ. അപ്പൊ പേടിയൊക്കെ ഒന്ന് മാറി. അപ്പൊ ഇനി രണ്ടാമത്തെ ചോദ്യമാണ്. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? രണ്ടാമത്തെ ചോദ്യത്തിന് ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ഓപ്ഷൻസ് ഉണ്ടാവില്ല, ക്ലൂ മാത്രമേ ഉണ്ടാവുള്ളൂ. കുഴപ്പമില്ലല്ലോ? അല്ല, വീട്ടിലെ വിശേഷം ഒന്നും പറഞ്ഞല്ലോ. ആരൊക്കെയാണുള്ളത്? പഠിക്കാണോ? ഏത് ക്ലാസ്സിലാ പഠിക്കണത്? ഹൗസ് വൈഫ് ആണോ? ശബ്ദം കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഒരു +2 ആ ഒരു റേഞ്ചിൽ പഠിക്കുന്ന കുട്ടിയാണെന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. അതങ്ങനെ ചോദിച്ചത്.
ഓക്കെ. എനിക്ക് 4 മക്കളുണ്ട്. ആഹാ. ഹസ്ബൻഡ് ഉണ്ട്, ഹസ്ബൻഡിന്റെ ഉമ്മ ഉണ്ട്. ആഹാ. അപ്പൊ ഒരു കുഴപ്പമില്ലാത്ത ഒരു ജോയിന്റ് ഫാമിലി സിസ്റ്റത്തിലാണ് ഉള്ളത് അല്ലെ? കുട്ടികളൊക്കെ എന്താ ചെയ്യണത്? പഠിക്കുന്നതാണോ? ഏത് ക്ലാസ്സുകളിലാണ്? മൂത്ത മോന് പിന്നെ 7ലാ പഠിക്കണേ. രണ്ടാമത്തെ മോള് 6ല്. പിന്നെ അതിന്റെ താഴെ മോനാണ്, അവന് UKG. പിന്നെ ഏറ്റവും താഴെയുള്ള ആള് വെറുതെ പ്ലേ ക്ലാസ്സിൽ പോകുന്നുണ്ട്, 3 വയസ്സായി. ആഹാ. അപ്പൊ എന്തായാലും കുട്ടികളും ഭർത്താവും പിന്നെ വീട്ടിലുള്ള ബാക്കി എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് പോകുന്നു അല്ലെ? ഓക്കെ. അപ്പൊ എന്തായാലും സന്തോഷം കൂടട്ടെ. എന്തായാലും ഈ ചോദ്യത്തിനും കൂടെ എന്ത് ചെയ്യണം? ആൻസർ പറയാ. പിന്നെ ഒരു ചോദ്യം കൂടെ നമുക്ക് ബാക്കി ഉണ്ടാവുള്ളൂ. ചോദ്യം ഇതാണ്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന്റെ കാലം എത്ര വർഷമായിരുന്നു? ഇപ്പൊ നബിയെ നമ്മുടെ ഇസ്ലാമിന്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് അല്ലാഹു തആല നിയോഗിച്ചത് അദ്ദേഹം എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇത് പൂർത്തിയാക്കിയത്? എത്ര വർഷം എടുത്തിട്ടാണ് റസൂൽ ഈ ഒരു പ്രബോധന കാലം പൂർത്തിയാക്കിയത്? ഇതിന് ക്ലൂ പറയുമ്പോ ഒരു 30 വർഷത്തില് താഴെ. ഒരു 28 28. ഞാൻ ഉറപ്പിക്കട്ടെ, 30 താഴെയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ 28 പറഞ്ഞിട്ടുള്ള ആൻസർ. ഫിക്സ് ആക്കാണ്. ശരിയായാലും തെറ്റാലും കുഴപ്പമില്ല. അപ്പോ ഉത്തരം തെറ്റിപ്പോയിട്ടുണ്ട്. ഫസ്ന ഉത്തരം 23. ചെറിയൊരു 5 വർഷത്തെ വ്യത്യാസമേ വന്നുള്ളൂ. അത് എല്ലാവർക്കും പറ്റുന്നതാണ്. ഇത് ഈ പറഞ്ഞ പോലെ ഞാനാണെങ്കിലും ചിലപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് ഫസ്റ്റ് എന്നോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംശയമായിരിക്കും 23 25 എന്നൊക്കെ എനിക്കും സംശയമാണ്. അപ്പൊ ഈ വർഷങ്ങളൊക്കെ ചെറിയ ക്ലാസ് മുതലേ നമുക്ക് എല്ലാവർക്കും ചെറിയൊരു ടെൻഷനുള്ളൊരു ഏരിയ ആണ്. അപ്പൊ കുഴപ്പമില്ല. ഫസ്ന നന്നായിട്ട് ട്രൈ ചെയ്തു. അടുത്ത പ്രാവശ്യം എന്തായാലും വിളിക്കണം. ഇനിയും വിളിക്കാട്ടോ. ഒരു തവണ വിളിച്ചു, സമ്മാനം കിട്ടില്ല എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഇപ്പൊ നേരത്തെ വിളിച്ച കോളറ് കഴിഞ്ഞ തവണ സമ്മാനം കിട്ടാതെ വിഷമിച്ചിട്ട് ഇന്ന് സമ്മാനം വാങ്ങിയെടുത്തു. അപ്പൊ അതേപോലെ എന്ത് ചെയ്യാ, വീണ്ടും വിളിക്കുക. വീണ്ടും ഇതേപോലെ തന്നെ കൃത്യമായിട്ട് ഉത്തരങ്ങൾ പറഞ്ഞിട്ട് സമ്മാനം വാങ്ങിക്കണം. അപ്പൊ കുട്ടികളുടെ അടുത്തൊക്കെ അന്വേഷിച്ചായിട്ട് അറിയിക്കുക. വീണ്ടും വിളിക്കുക. പരിപാടി സ്ഥിരമായിട്ട് കാണുക. പിന്നെ വിളിക്കേണ്ട നമ്പറും പിന്നെ എപ്പോഴാ വിളിക്കേണ്ട സമയം എന്നുള്ളത് യൂട്യൂബിൽ പിൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ TV സ്ക്രോൾ ആയിട്ടോ എന്താവും നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇൻഷാ അല്ലാഹ് അടുത്ത തവണ വീണ്ടും സംസാരിക്കാൻ പറ്റട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ, അസ്സലാമു അലൈക്കും. കേരള വിഷൻ സിൻസിയർ ഹോംസ് ഇസ്ലാമിക് കിസിലേക്ക് സ്വാഗതം. ആരാണ്? നിഷിത. എവിടെയാണ് സ്ഥലം? എവിടെയാണ്? പുള്ളി. കരുളായി, പുള്ളിയിൽ. നല്ല, ഞാൻ ആദ്യമായിട്ട് കേൾക്കാട്ടോ പേര്. നല്ല രസമുള്ള ഒരു പേര്. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? മുന്നേ വിളിച്ചിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ട് കിട്ടാണ്. ആഹാ. പിന്നെ കൊറേ നേരമായോ ട്രൈ ചെയ്യണു? അതെ അല്ലേ? ഓക്കെ. പിന്നെ ആരൊക്കെയാണ് വീട്ടിലുള്ളത്? എന്തൊക്കെയാണ് വീട്ടിലെ വിശേഷങ്ങളൊക്കെ? വീട്ടില് ഭർത്താവുണ്ട്, കുട്ടികളുണ്ട്. പഠിക്കണോ മക്കളൊക്കെ? പഠിക്കാണ്. അപ്പൊ ഇപ്പൊ എക്സാമിന്റെ ഒക്കെ ഒരു ചൂടുള്ള സമയമാണ്. അപ്പൊ പരിപാടി കാണുന്നതായതുകൊണ്ട് ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. ചോദ്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഉത്തരം പറഞ്ഞാൽ എപ്പോഴാ സമ്മാനം, അതൊക്കെ അറിയാലോ അല്ലെ? ഇത് നിലമ്പൂരും പിന്നെ തിരൂരും മലപ്പുറത്ത് ഒരുവിധ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കേരള വിഷൻ അവൈലബിൾ ആണ്. പിന്നെ ഇനിയിപ്പോ ടിവിയിലെ സമയം അറിയാൻ പ്രയാസമാണെങ്കിൽ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യോ. അപ്പൊ അങ്ങനെ നമുക്ക് ഇത്താന്റെ എപ്പിസോഡ് കാണാൻ പറ്റും. ഓക്കെ. എല്ലാ ദിവസവും രാത്രി 7:30 നമ്മളിത് പ്രക്ഷേപണം ചെയ്യുക. അപ്പൊ ഒന്ന് കണ്ടാൽ മതി. അപ്പൊ ആ സമയത്ത് കാണാം. പിന്നെ അഥവാ അതിൽ കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ കണ്ടാൽ മതി. അപ്പൊ എന്നാലും ആദ്യം ഒരു ചോദ്യത്തിന് 3 ഓപ്ഷൻ. ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ചോദ്യം, അതിന് ക്ലൂ. മൂന്നാമത്തെ ചോദ്യം ശരിയാക്കി കഴിഞ്ഞാൽ സമ്മാനം. ഓക്കെ. അപ്പൊ നമുക്കേ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ?
ആ ആദ്യത്തെ ചോദ്യം ഇതാണ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം കേട്ടോ. ഉം. ഇസ്മായിൽ നബിയെ കൂടാതെ ഇബ്രാഹിം നബിക്ക് ജനിച്ച മറ്റൊരു മകൻ ആരാണ്? ഇസ്ഹാഖ് ഓപ്ഷൻ നബി. വേണോ? വേണ്ട, ഇസ്ഹാഖ് നബി. ഇസ്ഹാഖ് നബി. ഓപ്ഷന്റെ ആവശ്യം പോലുമില്ല, എല്ലാവർക്കും അറിയാം. സിമ്പിൾ ചോദ്യമാണല്ലോ അല്ലെ? സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പൊ ഉത്തരം ശരിയാണ്. ഇത് കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. പിന്നെ ഞാൻ സിമ്പിൾ ചോദ്യം തരും എന്ന് പറഞ്ഞാൽ ഞാൻ പറ്റിക്കില്ല. ഞാൻ സിമ്പിൾ ചോദ്യം കേട്ടോ തന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യത്തിന് നമുക്ക് എന്തുണ്ടാവില്ല? ഓപ്ഷൻ ഉണ്ടാവില്ല, ക്ലൂ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. രണ്ടാമത്തെ ചോദ്യം ശരിയാക്കണം, എന്നാലേ നമുക്ക് സമ്മാനത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ രണ്ടാമത്തെ ചോദ്യം ഇതാണ്, അല്ലാഹു ഖുർആനിൽ പല കാര്യങ്ങൾക്കും പല പല ഉപമകള് പല ആയത്തുകളിലും എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. ചോദ്യം, സൂറത്തുൽ ഇബ്രാഹിമിൽ അല്ലാഹു നല്ല വാക്കിനെ ഉപമിച്ചിട്ടുള്ളത് എന്തിനോടാണ്? നല്ല വാക്കിനെ ഉപമിച്ചിട്ടുള്ളത് എന്തിനോടാണ്? ഇപ്പൊ നമ്മളെ ഭൂമിയിലുള്ള പൂക്കളോ പുഴകളോ മരങ്ങൾ ചെടികൾ അങ്ങനെയൊക്കെ നമ്മൾ പറയല്ലോ. ഇപ്പോ നല്ല ആളുകളുടെ ഹൃദയം എന്താ പറയാ തടാകം പോലെ തെളിഞ്ഞതാണ് എന്നൊക്കെ നമ്മളിങ്ങനെ ഉപമകൾ പറയും. അതേപോലെ സൂറത്തുൽ ഇബ്രാഹിമിൽ പിന്നെ നല്ല വാക്ക്, നിങ്ങൾ നല്ല വാക്കുകൾ പറയൂ എന്നതിനെ അല്ലാഹു അത് ഇതുപോലെയാണ് എന്ന് ഉപമിച്ചിട്ടുണ്ട്. അത് എന്തുമായിട്ടാണ്? അത് പ്രകൃതിയിലൊരു വസ്തുവാണ്, അതെന്താണ് എന്നാണ് ചോദ്യം. ഞാനിപ്പോ ഈ പറഞ്ഞ തടാകം പിന്നെ കിളികൾ പുഴകൾ എന്നൊക്കെ പറയണ പോലെ പ്രകൃതിയിലുള്ള ഒരു വസ്തുവുമായിട്ടാണ് ഉപമിച്ചിട്ടുള്ളത്. മലകളാണോ? മലകളാണോ? ആണ്. തെറ്റിപ്പോയാൽ മരാണോ മലയാണോ? രണ്ടിലും മാ ഉണ്ട്, ഏതായിരിക്കും? മരം. ഉറപ്പിക്കട്ടെ? ശരിയാണോ? ഏതാ ശരി? ഉറപ്പിക്കട്ടെ, എന്നാലല്ലേ പറയാൻ പറ്റുള്ളൂ. മരം ഓർ മല, ഏത്? മരം. ആരെ സഹായിക്കണത് അവിടുന്ന്? ആരും സഹായിക്കണില്ല. ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, പാവം അല്ലേ? എന്നാ പിന്നെ ഞാൻ ഈ പാവത്തിനെ കൂടുതൽ വിഷമിപ്പിക്കണില്ല. ഉത്തരം തെറ്റിപ്പോയി എന്ന് ഞാൻ പറയില്ല, ഉത്തരം ശരിയാണ്. സന്തോഷായോ? ഞാൻ ഒറ്റയ്ക്ക് 2 എണ്ണം ശരിയാക്കിയിരിക്കുന്നു അല്ലേ? അപ്പൊ മരങ്ങൾ എങ്ങനെയാണോ നമ്മുടെ വരും തലമുറയ്ക്ക് നല്ലത് ചെയ്തു തരുന്നത് എന്നതുപോലെ നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ഒരു തണലെങ്കിലും ആവട്ടെ എന്നുള്ള രീതിക്കാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അപ്പോ നല്ലത് പറയുക അല്ലെ മിണ്ടാതിരിക്കുക പറഞ്ഞ മാതിരി എന്ത് ചെയ്യുക, നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാത്തതാവട്ടെ. അപ്പൊ രണ്ടാമത്തെ ചോദ്യവും ശരിയാക്കിയിരിക്കുകയാണ്. ഇനി നമ്മുടെ മൂന്നാമത്തെ ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യത്തിന് എന്തുണ്ടാവില്ല? സഹായങ്ങളൊന്നും ഉണ്ടാവില്ല, ഞാന് ഒന്നും ചിലപ്പോ പറയില്ല കേട്ടോ. അപ്പൊ ചോദ്യം ഇത്രയേ ഉള്ളൂ, മുഹമ്മദ് നബിയെ സംരക്ഷിച്ചിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പിതൃവ്യൻ ഉപ്പയുടെ സഹോദരനായ അബൂ ത്വാലിബിന്റെ ശരിയായിട്ടുള്ള പേരെന്താണ്? അബൂ ത്വാലിബിന്റെ ശരിയായിട്ടുള്ള പേര് എന്താ? അബുൽ വരട്ടെ. എന്താണത് കിട്ടുന്നത്? ഇതാണ് നമ്മള് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അബുൽ ബഷർ അല്ല, അതാദം നബിനെ കുറിച്ചിട്ടാണ് തോന്നുന്നു. എന്താ? അബു അതൊക്കെ ഉണ്ടതില്. ബാക്കി പറയാം. ഈ ലാസ്റ്റത്തെ ചോദ്യം ആകുമ്പോഴേ എനിക്ക് ഒരു തരത്തിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അബൂ ത്വാലിബിന്റെ ശരിയായിട്ടുള്ള പേരെന്താണ്? അങ്ങനെ ഇല്ല, ഏകദേശം അതുപോലൊക്കെ ഉള്ള ഒരു പേരാണ്. അബുൽ കഴിഞ്ഞിട്ട് ഷാ കൊണ്ടാണ് തോന്നുന്നത്. അല്ല, ഒന്നുകൂടെ ആലോചിച്ച് നോക്കൂ. സമയം കുറവാണ്, പെട്ടെന്ന് വേണം. അബുൽ ബഷറല്ല, അബൂ ത്വാലിബിന്റെ അബൂ ത്വാലിബ് എന്നാണ് അറിയപ്പെടുന്നത്, പക്ഷെ ശരിക്കുള്ള പേര് അബുൽ ഷൈബ അല്ലല്ലേ? അല്ല. അബുൽ ത്വയ്ബി അല്ല. ഓക്കെ, അറിയില്ല.
എന്നാല് ഞാൻ പറയുമ്പോ പറയാ എനിക്ക് അറിയുന്നു പറയൂട്ടോ. അബ്ദു മനാഫ്. അതാ 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 മനാഫ്. അതെ, ഞാൻ പറഞ്ഞല്ലേ, ഞാൻ പറയുമ്പോ പറയാ അയ്യടാ എനിക്ക് അറിയാനല്ലോ. അതാ മനാഫ്. അതെ, ഞാൻ എന്റെ വാക്ക് പാലിച്ചണെന്ത്. ഞാൻ 3 ചോദ്യവും സിമ്പിൾ ആയിട്ടാ ചോദിച്ചത്. എന്നോട് ആദ്യം പറഞ്ഞതല്ലേ ചോദ്യം എളുപ്പമുള്ളത് വേണമെന്ന്. ഞാൻ ബുദ്ധിമുട്ടുള്ള ചോദ്യം ഒന്നും ചോദിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ഇൻഷാല്ല എന്ത് ചെയ്യാ, ചില സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ചില സാധനങ്ങൾ നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കും. സിമ്പിൾ ആയിരിക്കും പക്ഷെ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ കുഴപ്പമില്ല, എന്ത് ചെയ്യാം, നമുക്ക് വീണ്ടും ട്രൈ ചെയ്യാം. വീണ്ടും സമ്മാനം വാങ്ങാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അടുത്ത പ്രാവശ്യം ഇൻഷാല്ല 3 ശരിയാക്കിയിട്ട് സമ്മാനം വാങ്ങണം കേട്ടോ. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ഇൻഷാല്ല അടുത്ത തവണ കാണാം. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. കേരള വിഷൻ സിൻസിയർ ഹോം ഇസ്ലാമിക് ഇസ്ലേക്ക് സ്വാഗതം. ആരാണ്? ഷദാ ഫാത്തിമ. ചെറിയ മോളാണോ? ഏത് ക്ലാസ്സിലാണ്? 8th-ലാണല്ലേ. പിന്നെ എന്തൊക്കെയാണ്, നോമ്പൊക്കെ ഉണ്ടോ? നോമ്പുണ്ട്. ഏത് സ്കൂളിലാ പഠിക്കണേ? രാജാസ് കോട്ടക്കല്. ഫേമസ് സ്കൂളാണല്ലോ. പിന്നെ പരീക്ഷയൊക്കെ എങ്ങനെയുണ്ട്? എളുപ്പമുണ്ടോ? സിമ്പിൾ. ഓക്കെ. പരിപാടി കാണാറുണ്ടോ? പരിപാടി കാണാറുണ്ട്. മുന്നേ വിളിച്ചു നോക്കിനോ? ഉമ്മ വിളിച്ചിട്ടുണ്ട്. സമ്മാനം കിട്ടിയതാണോ? കിട്ടിയതാണ്. ആഹാ, അപ്പൊ രണ്ടാമത് ഇനി ഞാനൊന്ന് വാങ്ങട്ടെ എന്ന് പറഞ്ഞു വന്നതാണല്ലേ. എന്തെന്ന് ഷദ അല്ലെ? ഷദ ഫാത്തിമ. ഷദ. ഓക്കെ, അപ്പോ നമുക്ക് എന്നാലേ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, അപ്പൊ ഞാൻ റെഡി ആണല്ലേ. ആദ്യത്തെ ചോദ്യത്തിന് എന്തുണ്ടായിരിക്കും? ക്ലൂ അല്ല, ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അത് എളുപ്പാവും. അപ്പോ ചോദ്യം ഇതാണ്: ആദ്യമായി ഖുർആൻ മനഃപ്പാഠമാക്കിയ സ്വഹാബി വനിത ആരാണ്? ഓപ്ഷൻ എ ആയിഷ ബിൻത് അബൂബക്കർ, ഓപ്ഷൻ ബി ഖദീജ ബീവി, ഓപ്ഷൻ സി സുമയ്യ ബീവി. ആരാണ്? ചോദ്യം ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ആദ്യമായി ഖുർആൻ മനഃപ്പാഠമാക്കിയ സ്വഹാബി വനിത. ഓപ്ഷൻ എ ആയിഷ ബിൻത് അബൂബക്കർ, ഓപ്ഷൻ ബി ഖദീജ ബീവി, ഓപ്ഷൻ സി സുമയ്യ ബീവി. ആയിഷ ബിൻത് അബൂബക്കർ. ഓർപ്പിക്കാമോ? അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഖദീജ ബീവി ആയിക്കൂടെ, നബീന്റെ വൈഫ്. അല്ല, സ്വഹാബികളില്. മിടുക്കി. ഓക്കെ, അപ്പൊ ചോദ്യം എന്തായാലും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഉത്തരം ശരിയാണ്, ആയിഷ ബിൻത് അബൂബക്കർ. രണ്ടാം ഖലീഫയുടെ മകളായിട്ടുള്ള ആയിഷ ബിൻത് അബൂബക്കർ ആണ്. അപ്പൊ ഉത്തരം ശരിയാണ്. ഞാനിങ്ങനെ നോക്കി, പല ആൾക്കാരും ചോദ്യം ശ്രദ്ധിക്കില്ല, ഉത്തരം അവർക്ക് അറിയണത് പറയും. അപ്പൊ ഈ മോളിപ്പോ ശ്രദ്ധിച്ച പോലെ ഞാൻ പറഞ്ഞതില് കൺഫ്യൂഷനൊക്കെ ഒഴിവാക്കി സ്വഹാബി വനിത എന്നുള്ള ആ സാധനത്തിൽ മാത്രം ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്തു, കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു. അപ്പൊ ഇതേപോലെ തന്നെ വേണം പരീക്ഷയ്ക്കും ഉത്തരം എഴുതാൻ. നിങ്ങൾക്ക് അറിയണതല്ല, ചോദ്യത്തിന് ഉത്തരം എഴുതാം അല്ലെ. അപ്പോ ആദ്യത്തെ ചോദ്യം ശരിയായി. ഇനി രണ്ടാമത്തെ ചോദ്യത്തിന് നമുക്ക് എന്തുണ്ടാവില്ല, ഓപ്ഷൻ ഉണ്ടാവില്ല, ക്ലൂ മാത്രമേ ഉണ്ടാവുള്ളൂ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: മസ്ജിദുൽ അഖ്സ മുതൽ 7 ആകാശങ്ങൾ അടക്കമുള്ള അദൃശ്യ ലോകങ്ങൾ താണ്ടി അള്ളാഹു നിശ്ചയിച്ച പരിധി വരെയുള്ള നബിയുടെ യാത്ര അറിയപ്പെടുന്ന പേരെന്താണ്? ഇസ്രാ മിഅ്റാജ്. ഇസ്രാ മിഅ്റാജ്. ഇതില് ആകാശം നബി താണ്ടി കണ്ടു, കാഴ്ചകളൊക്കെ കണ്ടു എന്നുള്ളതില് ഇസ്രാ ഓർ മിഅ്റാജ് രണ്ടും ഇതിലേതായിരിക്കും? ഇസ്രാ ആണോ മിഅ്റാജ് ആണോ? ഒന്ന് പോയതും ഒന്ന് തിരിച്ചു വന്നതും ആണ്. ഇസ്രാ ആണോ? മിഅ്റാജ് ഏതായിരിക്കും? മിഅ്റാജ് ആണ്. എന്നാ ഞാനത് ഉറപ്പിക്കട്ടെ. ഓക്കെ, അപ്പോ
ആ ആകാശയാത്ര അറിയപ്പെടുന്നത് മിറാജ് എന്ന പേരിലാണ്. ശരി ഉത്തരാണ്. അത് ചെറുതായിട്ടൊന്ന് ഞാൻ കൺഫ്യൂസ്ഡ് ആക്കി നോക്കിയതാണ്, പക്ഷെ ഏറ്റില്ല. ഈ കഥ മുഴുവൻ അറിയണ ആളോടാണ് ഞാൻ ചോദിക്കുന്നത് അല്ലെ. അപ്പൊ ഇസ്രാ മിറാജ് നമ്മൾ അങ്ങനെ ഒരുമിച്ച് തന്നെയാണ് പറയാ ആ ഒരു സംഭവത്തിന് അല്ലെ. ആ ഒരു ആകാശയാത്രയിലാണ് നമ്മൾ വിശ്വാസികൾക്ക് വേണ്ട പല കാര്യങ്ങളും നിർബന്ധമാക്കപ്പെട്ടതും ചിലതെല്ലാം അള്ളാഹു നമ്മുടെ സൗകര്യത്തിന് വേണ്ടി റസൂലിന്റെ അപേക്ഷ പ്രകാരം എടുത്തു കളഞ്ഞിട്ടുള്ളതും. അപ്പൊ എന്തായാലും 2 ഉത്തരങ്ങള് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇനി മൂന്നാമത്തെ ചോദ്യത്തിന് നമുക്ക് എന്തുണ്ടായിരിക്കില്ല, ഓപ്ഷനും ഉണ്ടാവില്ല, പിന്നെ അതേപോലെ തന്നെ നമുക്ക് ക്ലൂ ഉണ്ടായിരിക്കില്ല. ഞാൻ ഒന്നും ഹെൽപ്പ് ചെയ്യില്ല കേട്ടോ. ചോദ്യം ഇതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം ശ്രദ്ധിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം ജീവിച്ചിരുന്ന നബിയുടെ സന്തതി ആരാണ്? നബിയുടെ വഫാത്തിന് ശേഷം ജീവിച്ചിരുന്ന നബിയുടെ സന്തതി ആരാണ്? മക്കളല്ലേ? ആ മക്കളില് ആ ആളുടെ പേര് ഫാത്തിമ ബീവി. ശരിയായിരിക്കോ? ഉറപ്പാണോ? ഉറപ്പാണ്. ഓക്കെ. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്നുള്ള നബിയുടെ ഏറ്റവും പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആളുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം തെറ്റിപ്പോയി കഴിഞ്ഞാൽ വിഷമാവോ? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. നബി മരണപ്പെട്ടതിന് ശേഷം ഫാത്തിമ ബീവി ജീവിച്ചിരുന്നിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്ക്. ശരിയാണോ? ഉണ്ട്. ഉറപ്പാണ്. ഉറപ്പാണ്. എനിക്ക് 100% ഉറപ്പാണെങ്കിൽ പിന്നെ ഞാനായിട്ട് എന്തിനാണ് വെറുതെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കണത് അല്ലേ? ശ്വാസം വിട്ടോ, ടെൻഷൻ ഒന്നും ആവണ്ട. മൂന്നാമത്തെ ഉത്തരവ് ശരിയാണ്. അപ്പൊ സമ്മാനം കിട്ടിട്ടോ. സമ്മാനം കിട്ടി. സന്തോഷായോ? സമ്മാനം കിട്ടാൻ ഞങ്ങൾ ഇവിടുന്ന് കോണ്ടാക്ട് ചെയ്യും. അപ്പൊ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് അയച്ചു തരണം, അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അറിയിച്ചാൽ മതി. അപ്പൊ ഇവിടുന്ന് കേരള വിഷൻ ആളുകൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. ഓക്കെ. അപ്പോ ഈ 3 ചോദ്യങ്ങൾക്കും ശരി ഉത്തരം പറഞ്ഞിട്ട് പേരെന്തേന്നു? ഷദ ഫാത്തിമ വിന്നർ ആയിരിക്കാണ്. ആരെങ്കിലും ഹെൽപ്പ് ചെയ്തണോ അല്ലെങ്കിൽ ഒറ്റയ്ക്കല്ലേ? ഉമ്മ ഹെൽപ്പ് ചെയ്ത് നിന്നതാ. പക്ഷെ ഉമ്മേനൊന്നും നമുക്ക് ആവശ്യം വന്നിട്ടില്ല. ഷദയ്ക്ക് എന്നെ നന്നായിട്ട്. അതെ. പിന്നെ ചോദ്യങ്ങളൊന്നും അങ്ങനെ ബുദ്ധിമുട്ടുള്ള ചോദ്യമൊന്നും അല്ലായിരുന്നല്ലോ. പരിചയമുള്ള ചോദ്യം. ഞാനല്ലേ ഇപ്പൊ പാവം? ഞാനല്ലേ പാവം സിമ്പിൾ ചോദ്യങ്ങൾ ചോദിച്ചത്. അപ്പൊ എന്നോട് താങ്ക് യു ഒന്നുമില്ല, എനിക്ക് ട്രീറ്റ് ഒന്നുമില്ല, സമ്മാനവും ഇല്ല. ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ. അപ്പൊ ചെറിയ കുട്ടികൾ വിളിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം കുട്ടികൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാന്നുള്ളത് വലിയ ആൾക്കാരെക്കാളും നമുക്കൊരു സന്തോഷമാണ്. കാരണം നിങ്ങളാണല്ലോ ഇനി വളർന്നു വരുന്ന ആൾക്കാർ. ഓക്കെ. അപ്പൊ ഇനിയും നല്ല നല്ല പുസ്തകങ്ങളൊക്കെ വായിച്ച് ഇതേപോലെ അറിവുകളൊക്കെ നേടുക. അറിയുന്ന കാര്യങ്ങൾ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പരിപാടിയിലേക്ക് വീണ്ടും വിളിക്കണം. വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ സമ്മാനമൊക്കെ എന്തായാലും എത്തുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ അടുത്ത തവണ വീണ്ടും വിളിക്കുക. അസ്സലാമു അലൈക്കും. കേരള വിഷൻ ഇസ്ലാമിക് ക്വിസിലെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് 2 വിജയികളാണ് ഉണ്ടായിട്ടുള്ളത്. ഒരാള് ചെറിയൊരു മോളാണ്. അപ്പൊ എന്തായാലും വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. തുടർന്നും ഇതുപോലെ കോൾ ചെയ്യുക, സമ്മാനങ്ങൾ നേടുക. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.